വ്ളോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഓൾറെഡി കുറേ ലേറ്റായി, പക്ഷേ ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് ഒരു പാസ്തയാണ്. ഞാനിനി ഒരു പാസ്ത സീരീസ് ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് പാസ്ത യു ക്യാൻ മേക്ക്. സർഡീൻ പാസ്ത, അതായത് നമ്മുടെ ചാളയുടെ പാസ്ത. ഇപ്പോൾ സമ്മറൊക്കെയാണ്, നമുക്ക് ആ ഒരു സമ്മറി റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു പാസ്തയുടെ ടേസ്റ്റ് ഒക്കെ അല്ലേ നമുക്ക് ഇഷ്ടം. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും ചീസൊക്കെ അത്ര അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഇത് ചീസ് ഇല്ലാത്ത പാസ്തയാണ്. ഇവിടെയാണെങ്കിലും കുറേ പേര് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ചീസ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. സോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. സർഡീൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോൾട്ട്, ഒലിവ് ഓയിൽ, വൈറ്റ് വൈൻ, അത്ര സ്വീറ്റ് ആയിട്ടുള്ളതല്ല, ഡ്രൈ വൈറ്റ് വൈൻ. ഇത് ഓപ്ഷണലാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാം വേണ്ടവർക്ക്. പിന്നെ നാരങ്ങയുടെ തൊലി നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സ്പിനാറ്റ്, ചീര. ഇവിടെ എനിക്ക് സ്പിനാറ്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ക്യൂബ്സ് ആയിട്ട് ഫ്രോസൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പിനാറ്റ്, ചീര, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിലോ ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓഫ് കോഴ്സ് പാസ്ത. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഗോതമ്പിൻ്റെ ഉള്ളൊരു പാസ്തയാണ്, പക്ഷെ എല്ലാ പാസ്തയും യൂസ് ചെയ്യാം. സ്പെഗറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സർഡീൻ, ചാള. നമ്മുടെ നാട്ടിലുള്ളവർക്ക് നോർമൽ ചാള യൂസ് ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ ക്യാനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നോർമലി ഈ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഒലിവ് ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചാളയല്ലേ, അത് കുക്കായിരിക്കും ഓൾറെഡി, അതാണ് വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതില്ല. നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസിലുള്ള ചാളയാണുള്ളത്. അതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ ടൊമാറ്റോൻ്റെ ഫ്ലേവർ ഉണ്ടാവും, അത്രയേ ഉള്ളൂ പാസ്തയ്ക്ക്. പക്ഷെ നമുക്ക് നോർമൽ ഒലിവ് ഓയിലുള്ള സർഡീനാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് പാർസ്ലെ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നാട്ടിൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പാർസ്ലെ മേടിക്കാൻ കിട്ടുമായിരിക്കും, അതാണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഫ്രഷ് പാർസ്ലെയാണ് എടുക്കുന്നത്. അത് നമ്മുടെ ആ ഒരു പാസ്തയുടെ ടേസ്റ്റിനെ ശരിക്കും എലിവേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുരുകുരാന്നരിഞ്ഞിരിക്കുന്ന സവോള, ഉള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലത്, ഷാലറ്റ്സ്. പക്ഷേ എൻ്റെ കയ്യിൽ ഷാലറ്റ് ഇല്ല, അതുകൊണ്ട് സവോള. ദെൻ ഐ ഹാവ് ഗാർലിക്, കുരുകുരാന്ന് പറഞ്ഞിരിക്കുന്ന ഗാർലിക്. ദെൻ നാരങ്ങ, അര നാരങ്ങയുടെ ജ്യൂസ്. പിന്നെ ഇതാണ് സ്കേപ്പേഴ്സ്. നമുക്ക് ഇതൊരു ഒലിവ് പോലെയൊക്കെ തന്നെ ഒരു ഫ്ലവർ ബഡാണെന്നാണ് പവല് പറയണേ. ഓക്കെ, ഇത് നമുക്ക് ഒലിവൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന പോലെ നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ നിന്ന്. നാട്ടിലിത് കിട്ടില്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്, യു ഡോണ്ട് ഹാവ് ടു പുട്ട്. ആകെ ഇത്രയേ നമ്മൾ ഇടുന്നുള്ളൂ. സോ ഇത് ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ഇവിടെ മീഗ്രോസിലും കൂപ്പിലും ഒക്കെ മേടിക്കാൻ കിട്ടും. സോ ദിസ് ഇസ് കേപ്പേഴ്സ്. അത് നമ്മൾ ഒരു ലേശം യൂസ് ചെയ്യും, അപ്പോൾ അത് മേടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് ബട്ടർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാസ്തയ്ക്ക് വേണ്ടി വേണ്ടത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ കുക്കിംഗ്. പാസ്ത കുക്ക് ചെയ്യാൻ പോവാണ് ഒരു പോട്ടിൽ. സോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. എത്ര അളവൊന്നും വെച്ചിട്ട് പറയണില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 3 പേർക്കാണ്, അതായത് എനിക്കും പവലിനും പിന്നെ നാളെ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുള്ളതും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ പാസ്തയുടെ വെള്ളം തിളപ്പിക്കാൻ വെക്കും. തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും ഒത്തിരി ഒലിവ് ഓയിലും ഇടാം, എന്നിട്ട് പാസ്ത വേവിക്കാം. അപ്പോൾ അതവിടെ തിളയ്ക്കാനിരിക്കട്ടെ. ഈ ചീര ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് എടുക്കുന്നത്. വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ അത് ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ഞാൻ അത്ര പറയാതിരുന്നത്. സോ ഐ എം ഗോണ ഡു ദാറ്റ് ബ്രെഡ് ക്രംസ് തിങ്ങി.
ഒലിവ് ഓയിൽ ഒഴിച്ചു, ലേശം, ആൻഡ് അതിലേക്ക് ഞാൻ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇടുകയാണ്. ഇത് ഓപ്ഷണലാണ്, അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു പാർട്ട്. ഇതിനൊരു ലൈറ്റ് ബ്രൗൺ ആക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡ് വേണമെങ്കിലും പൊടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ലൈറ്റ് ബ്രൗൺ. ഞാൻ ഇന്നത് പാവലിനോട് 1/2 മണിക്കൂറിൽ കുക്ക് ചെയ്ത് തീരും എന്നാണ് പറഞ്ഞത്. ബട്ട് ഐ ഡോണ്ട് നോ. നൗ ഇറ്റ്സ് 9:15. 9:45 ഇസ് ദ ടാർഗറ്റ്. ഓക്കെ മോനെ, ഹാഫ് ആൻ അവർ ആണ് നമ്മുടെ ടാർഗറ്റ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. കാര്യം സ്പിനാട്ടൊക്കെ അവർക്ക്, അതായത് ചീരയൊക്കെ കഴിക്കാൻ അവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ഈ ഒരു പാസ്തയുടെ ഒപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഈ സമ്മറിൽ നല്ലൊരു മോക്ടെയിലോ കോക്ടെയിലിൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അതിങ്ങനെ റെഡായി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. സോ ഇവനെ ഞാൻ മാറ്റാം. ഫ്രൈ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇതിൻ്റെ അകത്തു നിന്നുള്ള ആവശ്യത്തിനുള്ളതേ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഈ ഒറിഗാനോ, റോസ്മേരി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് പാസ്തയൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളവർക്ക് ഇത് ഭയങ്കര അടിപൊളി പാസ്തയാണ്. ഇനി അതേ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ചീരക്കുട്ടന്മാരെ ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രഷ് ചീരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത്ര വെള്ളം ഉണ്ടാവില്ല, ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ടാണ്. ഇത് ഡീഫ്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതിൽ വെള്ളമുണ്ട്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പച്ച ചീരയാണെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. 30 സെക്കൻഡ് ഇത്രയും നമ്മൾ ചെയ്യണുള്ളൂ. വെറുതെ വാട്ടിയെടുക്കുകയാണ്, വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ചീര എന്തായാലും കട്ട് ചെയ്തിടും, നോർമൽ ചീരയാണെങ്കിൽ. പക്ഷെ ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ മാഷ് ചെയ്തിരിക്കണോണ്ട് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 30 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഉപ്പൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മൾ പാസ്തയിൽ ഉപ്പ് മതി, ലേറ്റർ ഇടാൻ പോകുന്ന ഉപ്പ് മതി. ഇത് ഞാൻ മാറ്റാണ്. 30 സെക്കൻഡ്സ് ജസ്റ്റ് സോട്ട് ചെയ്ത് ചീര എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ഒലിവ് ഓയിലാട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് നല്ല ഒലിവ് ഓയിൽ വേണം. അതിലേക്ക് ഞാൻ നമ്മുടെ സവാള ഇടാൻ പോവാണ്. കുരുകുര അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള നല്ല തീയിൽ തന്നെ അത് ചെയ്തെടുക്കുന്നത്. ഒറ്റ സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആഡ് ഗാർലിക്. നമുക്ക് എന്തോരം ഗാർലിക്കിൻ്റെ ഫ്ലേവർ വേണോ അത്രയും ഗാർലിക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് തീ കുറച്ച് വയ്ക്കാൻ പോവാണ്, ബിക്കോസ് ഇത് ഭയങ്കര ഫ്ലെയിമാണ്. അതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. ഞാൻ നല്ലപോലെ യൂസ് ചെയ്യും, ബിക്കോസ് ഞങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണ്. അതിലേക്ക് നമ്മുടെ നാരങ്ങയുടെ തൊണ്ട് നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടത്തിന് ഇടാം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ തൊണ്ടാണ് ഇടുന്നത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, കുറവ് ഇഷ്ടമുള്ളവർക്ക് കുറവിടാം. തീ ഒന്ന് കുറച്ച് വയ്ക്കട്ടെ. എടുക്കാം. ഞാനിങ്ങനെ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ
വൈൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഓപ്ഷണലാണ്. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ഇഫ് യു ഡോണ്ട് വാണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് യു ജസ്റ്റ് റെഡ്യൂസ് ഇറ്റ്. ചെറിയ തീയിൽ ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം. 1/2 മണിക്കൂറാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ഇത് നമ്മളൊരു ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി ഇത് ഭയങ്കര ഈസിയാണ്. ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ്, നമ്മൾ 1/2 നാരങ്ങയുടെ ലെമൺ ജ്യൂസാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്ക് നല്ലപോലെ റെഡ്യൂസ് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി ഇത്രയും ചില്ലി ഫ്ലേക്സിൻ്റെ കാര്യമില്ല. നമുക്ക് വൈറ്റ് ആക്കി തന്നെ പാസ്ത ഇരിക്കണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണ്ട. പിന്നെ ടൊമാറ്റോ സർഡീൻ ക്യാനും വെക്കണ്ട. നമുക്ക് മീഗ്രോസിലൊക്കെ നോർമൽ സർഡീൻ്റെ ക്യാൻ മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അതേസമയം ഞാൻ നമ്മുടെ പാസ്ത വേവിക്കാൻ വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ പോകണം. എന്തോരം വേണോ അത്രയും. ഈ സോസിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലേറ്റർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോസ് നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്ത് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സർഡീനെ ഇനി ആഡ് ചെയ്യാം. ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ടൊമാറ്റോ മോനെ ചാള തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കുക. നിങ്ങളുടെ ഡ്രസ്സിലേക്ക് മൊത്തം വീഴും. എൻ്റെത് വീണിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗോണ ഗോ. നല്ലൊരു ടോപ്പായിരുന്നു, നമുക്ക് നോക്കാം. സോ ഞാൻ സർഡീൻ ഇടുവാണ്. ഒലിവ് ഓയിലിൽ മുക്കിയിട്ടുള്ള ചാളയാണ് ഇതിൽ ഏറ്റവും നല്ലത്. ബട്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഇതാണുള്ളത്. സോ ഞാൻ ഇതാണ് യൂസ് ചെയ്യണേ. അവിടെ പാസ്ത എന്താണ് എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്മാഷ് സ്മാഷ് സ്മാഷ്. നമുക്കിങ്ങനെ ഇളക്കാം. ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ റെഡായിട്ടിരിക്കില്ല, വൈറ്റായിട്ട് തന്നെ ഇരിക്കും. സർഡീൻ ഒട്ടും എക്സ്പെൻസീവ് അല്ല ഇവിടെ ക്യാനിൽ മേടിക്കാൻ. അത് മേടിച്ചാൽ മതി. ലിറ്റിൽ ബിറ്റ് സോൾട്ട്, മോർ സോൾട്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ആക്ച്വലി ഇവിടെ ഇത്രയും ബട്ടർ ഉണ്ടായിരുന്നുള്ളൂ. വി ഹാവ് ടു ആഡ് ദിസ് മച്ച് ബട്ടർ. ഇത്രയും ബട്ടർ ആഡ് ചെയ്യാം. ഇതിങ്ങനെ ഇളം തീയിൽ തീ കുറച്ച് വെച്ചിട്ട് അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. പാസ്ത അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ പാസ്തയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീൽ ചെയ്യാൻ പറ്റും ഇതെങ്ങനെയൊക്കെയാണ് ഇത് വരുന്നതെന്ന്, സമയം എത്രയാണെന്നൊക്കെ. ഇത് സർഡീൻ, അതായത് ചാള ഓൾറെഡി കുക്ക്ഡ് ചാള ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവരാണ് ചാള മേടിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അത് അത്രയും മതി. എന്നിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി.
എന്തോരം ഹെൽത്തിയാണ്. പിള്ളേരൊക്കെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് കൊടുത്താൽ മതി. ഇളം തീയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാം. കണ്ടോ, ബട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി നല്ല ക്രീമി ആയി. ഞാൻ വേറെ എക്സ്ട്രാ ക്രീം ഒന്നും ആഡ് ചെയ്യുന്നില്ല. എഗെയിൻ ഈ പാസ്തയ്ക്ക് ചീസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം ഭയങ്കര എളുപ്പമായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും സർഡീൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് എത്ര വേണം അതിനനുസരിച്ച്. പക്ഷെ സർഡീൻ ഇതിനകത്ത് കിടന്നല്ല കുക്കാവേണ്ടത്, കുക്ക് ചെയ്ത സർഡീനാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ലെസ് ഫ്ലെയിമിൽ ആ ബട്ടറിൻ്റെ ആ ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാട്ട് ഐ എം ഗോണ ഡു ഇസ്, ഞാൻ ഇതിൽ നിന്നും പാസ്ത ഇതിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. പാസ്ത കുക്കായതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോരം കുക്കാവണോ അത്രയും കുക്കാക്കുക. പാസ്ത ഇതിലേക്ക് ഇടാം. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള പാസ്ത യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഈ സ്പെഗറ്റി പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ലിറ്ററലി 20 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ഇൻക്ലൂഡിങ് നമ്മുടെ വ്ളോഗ് എടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടും 20 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഇത് വ്ളോഗൊന്നും ഇല്ലാതെ. പിന്നെ ഇതിപ്പം ഈ ചാള നമ്മൾ യൂസ് ചെയ്യുന്ന സർഡീൻ നമ്മളിവിടെ നിന്ന് മീഗ്രോസിലൊക്കെ മേടിക്കുകയാണെങ്കിൽ പ്ലെയിൻ സർഡീൻ മേടിക്കാൻ നോക്കുക, ഈ ടൊമാറ്റോ സോസിലൊന്നും ഇല്ലാത്ത. അതാണ് ഇതിനാവശ്യം. പിന്നെ എനിക്ക് ടൊമാറ്റോ സോസ് എല്ലാത്തിലും ഇഷ്ടമാണ്, അതുകൊണ്ട് ആണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പാസ്തയുടെ വെള്ളം ഞാൻ കളയുന്നില്ല, ബിക്കോസ് ഐ മൈറ്റ് ബി യൂസിങ് ഇറ്റ് ഇൻ ടു ദിസ് എ ലിറ്റിൽ ബിറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാസ്ത എടുത്തിട്ടത്, ഊറ്റിക്കളയാതെ. ഇനി നമുക്ക് ഈ പാസ്തയും ഈ സോസും ആയിട്ട് നല്ലപോലെ സ്റ്റിർ ചെയ്യാം. ഇളക്കി കാണാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. തീ കുറച്ച് വയ്ക്കുകയാണ്. ഈ നാട്ടിൽ ഈ കേപ്പേഴ്സൊക്കെ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ കിട്ടുന്നവർക്ക് നമ്മുടെ ഒലിവ് പോലെയൊക്കെ കുപ്പിയിൽ മേടിക്കാൻ കിട്ടും. നാട്ടിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചെയ്യാം. ഞാനിനി ഇതിപ്പോൾ ഇച്ചിരി ഡ്രൈ ആണ്, അപ്പം നമുക്ക് ഇനി വേണ്ടത് ഈ പാസ്തയുടെ കുറച്ച് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറമേ നിന്നുള്ള വെള്ളമല്ല, സോ പാസ്തേന്നുള്ള വെള്ളമാണ് ഐ എം ഗോണ യൂസ്. നമുക്കിത് സോസി ആയിട്ടാണ് ഈ സ്പെഗറ്റി ഇരിക്കേണ്ടത്. നമ്മളിങ്ങനെ ഇളക്കും. തീ കൂട്ടി വയ്ക്കാൻ പോവാണ്. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം, വേണമെങ്കിൽ ലേശം കൂടെ ആഡ് ചെയ്യാം. നൗ ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്പിനാറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്, കുറച്ച് ഇലക്കറികളൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇനി ഇളക്കുന്നതിന് മുമ്പ് ഐ എം ഗോയിങ് ടു ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ്പർ. ഇപ്പോഴാണ് പെപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ, നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കുരുമുളക് പൊടി ആവശ്യത്തിന്, നിങ്ങൾക്ക് എന്തോരം വേണോ അത്രയും. ഇനി നമുക്ക് ഇത് ഇളക്കാം. പാസ്തയുടെ വെള്ളം ഇനിയും വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ബിക്കോസ് ഇതിങ്ങനെ പെട്ടെന്ന് വറ്റിപ്പോവും പാസ്തയുടെ വെള്ളം. ഇത് നല്ല ഒറിജിനൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രോസൺ അല്ലാത്ത ചീരയാണെങ്കിൽ, സ്പിനാട്ടാണെങ്കിൽ നല്ല ചീര അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇതിപ്പം അരിഞ്ഞിട്ടില്ല, ബിക്കോസ് ഓൾറെഡി സ്മാഷ് ആയിട്ടിരിക്കുകയാണത്. 30 സെക്കൻഡ് ചീര നേരത്തെ വേവിക്കാവൂ കേട്ടോ, ഇത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളറും ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയി പോകും. So I'm going to add a little bit of pasta sauce more
നമുക്ക് അതിൻ്റെ ക്രീം പോകുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴത്തേക്കിനും നമ്മുടെ പാർസ്ലേ എഗെയിൻ ഓപ്ഷണലാണ്. പക്ഷേ ഇവിടെ ഉള്ളവർ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ എല്ലാ കടകളിലും അത് മേടിക്കാൻ കിട്ടും. ഈവൻ ഡ്രൈ പാർസ്ലേസും നമുക്ക് മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് ഐ വുഡ് സജസ്റ്റ് പാർസ്ലേ. ഭയങ്കരമായിട്ട് ഈ ഒരു പാസ്തയുടെ ടേസ്റ്റിനെ എലിവേറ്റ് ചെയ്യും. സോ ഐ വുഡ് ബി യൂസിങ് എ ബഞ്ച് ഓഫ് പാർസ്ലേ. ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുക്കും. ഡ്രൈ ആയിട്ടുള്ളത് കിട്ടും, പക്ഷെ ഫ്രഷ് ഇവിടെ ഉള്ളവർ ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും. ആഡ് പാർസ്ലേ ലൈക്ക് ദിസ്. ഇതൊരു ഭയങ്കര ഡ്രൈ ആയി പോരുത്. അതുകൊണ്ട് വെള്ളം ഇടയ്ക്ക് നമ്മൾ ഇളക്കുന്നൊക്കെ സമയത്ത് വെള്ളം കുറയാണെങ്കിൽ ഒന്ന് പാസ്തയുടെ വാട്ടർ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾറെഡി വാട്ടർ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗോണ മേക്ക് മച്ച് ഡിഫറൻസ്. സോ അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഉപ്പ് വേണ്ടെന്നാണ് പാവല് നോക്കിയിട്ട് പറഞ്ഞത്. സോ ഞാനിനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ലാപ്ടോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബിക്കോസ് നമ്മളിത് സീരീസ് ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കാറ്. സോ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഹാഫ് ആൻ അവർ, അരമണിക്കൂറിൽ ആണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്ളോഗ് എടുത്തിട്ടും ഞാൻ അരമണിക്കൂറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് എന്തൊരു ഈസി ആയിരിക്കും എന്ന് ആലോചിച്ച്. നോ ചീസ് വേണ്ടവർക്ക് ചീസ് ലേറ്റർ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ചീസ് ഇല്ലാത്ത റെസിപ്പിയാണ്. ബട്ടറാണ്, ബട്ടർ ആൻഡ് ഒലിവ് ഓയിൽ, അതാണ് ഇതിൻ്റെ മെയിൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ലൈക്ക് ദിസ്. That's enough? So for me, add a bit. ഇപ്പൊക്കെ വേണ്ടവരെ ലേറ്റർ ഒന്നും കൂടെ നോക്കിയിട്ടൊക്കെ ഇടുക. അതിലേക്ക് ഞാനും കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യണം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ പാവല് ട്രൈ ചെയ്യാൻ പോവാണ്. ഫൈനൽ വെർഡിക്റ്റ് ഫ്രം മൈ ഹസ്ബൻഡ്. ഇഷ്ടപ്പെട്ടോ? Yes, it's very tasty. Really? അപ്പം ഞാൻ ഇനി പോയി കഴിക്കട്ടെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇറ്റ്സ് വെരി ഫാസ്റ്റ്, വെരി ഈസി. കുട്ടികൾക്കൊക്കെ നമുക്ക് പറ്റിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം. ആൻഡ് ഓൾസോ സർഡീൻ ചാളയുടെയൊക്കെ ടേസ്റ്റ് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ചീസൊന്നും ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഈ സർഡീൻ പാസ്ത നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.